ജോണേട്ട, മാസങ്ങൾക്ക് മുൻപ് വരെ കോൺഗ്രസിന്റെ സൈബർ പോരാളിയായിരുന്നു പി സരിൻ. പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം CPM-ലേക്ക് ചേക്കേറുകയും അവിടെ നിന്ന് ഇപ്പോൾ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ അവസാന ഘട്ടത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ്. തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞല്ലോ, എന്നിട്ടും അദ്ദേഹം ഈ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. താൻ ജയിച്ചാൽ ആദ്യമായി പോകുന്നത് ഷാഫി പറമ്പിലിന്റെ ഓഫീസിലേക്കായിരിക്കുമെന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംശയം, ഈ പല തെരഞ്ഞെടുപ്പുകളിൽ അവസാനഘട്ടം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും LDF CPM ആ മണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ടും അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ പരാജയപ്പെടും എന്നൊരു സ്ഥാനാർത്ഥിയും പറയില്ലല്ലോ. ഞാൻ തോറ്റുപോകും എന്ന് ഒരാളും പറയില്ല. ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം സരിനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. സരിൻ പറയുന്നത് 60,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നാണ്. അവിടെ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 35,000 അത്രയുമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിപ്പോൾ കുറച്ച് നാളായ 40,000 താഴേക്കാണ് പോയിരിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് CPM-ന്. അപ്പോൾ അവിടെയാണ് സരിൻ 60,000 വോട്ടെന്ന് പറയുമ്പോൾ വോട്ടിംഗ് ശതമാനം അത്രമേൽ ഉയരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ സരിൻ 60,000 വോട്ട് പിടിക്കുമെന്ന് സരിൻ പറയുമ്പോൾ അത് സരിൻ്റെ ഒരു സ്വപ്നമായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം പണ്ട് ദാസനും വിജയനും ഈ പശുവിനെ വാങ്ങിച്ചിട്ട് അതിനൊരു തമാശയുണ്ട്. അദ്ദേഹം ആദ്യം 70,000 വോട്ടാണ് പറഞ്ഞിരുന്നത്. അതെ. ഇപ്പോൾ 60 എത്തിയിട്ടുണ്ട്. അത് വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം 60-ലെത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പണ്ട് ദാസനും വിജയനും ഉണ്ടല്ലോ, പശുവിനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്, നമുക്കിത് ഇങ്ങനെ വിറ്റിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും കഥാപാത്രങ്ങൾ. അതുപോലെയാണ് ഇപ്പോൾ സരിൻ്റെ സ്വപ്നം. സരിൻ അങ്ങനെയൊക്കെ സ്വപ്നം കാണുകയാണ്. സരിന് സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്, നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ സരിൻ ഇത് പറയുമ്പം അതിനകത്ത് ഒരു എന്താണ് കൃത്യത, ഈ അടിസ്ഥാനപരമായി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം സരിൻ പറയാൻ. സരിൻ അതുവരെ കോൺഗ്രസ് ആയിരുന്ന സരിൻ CPM-ലേക്ക് വരുന്നു. ഇപ്പോഴും സരിൻ കോൺഗ്രസ് തന്നെയാണ്. സരിൻ്റെ മനസ്സ് ഇപ്പോഴും കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് സരിൻ പറയുന്നത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പോകുന്നത് ഷാഫി പറമ്പിലിനെയാണ്. പാർട്ടി മാറിയ കാര്യം അദ്ദേഹം തന്നെ മനസ്സറിഞ്ഞിട്ടില്ല. അതിലൊരു 2 കാര്യമുണ്ട്. ഒന്ന്, ഷാഫി പറമ്പിൽ ഈ സരിൻ പാർട്ടി മാറിയതിനു ശേഷം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എവിടെ വെച്ച് കണ്ടാലും മിണ്ടാറില്ല, കൈ കൊടുക്കാറില്ല. കൈ കൊടുക്കില്ല. അപ്പോൾ കൈ കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവരോടും കൂട്ടുകൂടുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോകുന്നത് ഷാഫി പറമ്പിലിനെ കാണാനാണ് എന്ന് പറയുന്നത്. ജോണേട്ടന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട്? ഏതാണ് കൈ കൊടുക്കാത്തത്? അനാവശ്യ വിവാദമാണോ അതോ അവർ കൈ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യമാണല്ലോ. ഒരുപക്ഷെ അത്രയും നാൾ ആ പാർട്ടിയിലുണ്ടായിരുന്ന ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകർ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് സരിൻ അപ്പുറത്തെ പാളയത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ മനസ്സിൽ ആ കാലുഷ്യം എന്തായാലും ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ പോകാതിരിക്കണം. സരിൻ വർഷങ്ങളായി CPM-ൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ കൊടുക്കും. പക്ഷേ ഇത് കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഒരുമിച്ച് പ്രവർത്തിച്ച 2 പേർ സീറ്റ് കിട്ടുന്നതിന്, അതും കസേരയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ സരിൻ പോയത്. വേറെ ആശയപരമായി എനിക്ക് കോൺഗ്രസ്സിലെ ആശയങ്ങളോട് യോജിപ്പില്ല, അതുകൊണ്ട് ഞാൻ CPM-ൻ്റെ ആശയങ്ങൾ സ്വീകരിക്കുന്നു, ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയെന്നല്ല. സരിൻ അപ്പോഴും പറഞ്ഞത് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. സത്യസന്ധരാണെന്ന് നമുക്ക് പറയാം. ഞാൻ ഇടതുപക്ഷത്തെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ കൊടുക്കാതെ പോയത്. അതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ കൈ കൊടുത്തേനെ. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചാണ് അത് ഉണ്ടാകുക. എന്തായാലും ഷാഫി പറമ്പിലിനെ കാണാനാണ്, ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിലേക്കായിരിക്കും ആദ്യം പോവുക എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി ജയിച്ചു കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ രാത്രി ഉറങ്ങുമ്പോഴെല്ലാം ഇത് ഈ സ്വപ്നമാണ്. നമ്മൾ ഈ ലോട്ടറിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മളങ്ങ് സ്വപ്നം കാണലാണല്ലോ. ഈ 25 കോടി അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മറ്റവൻ വന്ന് കടം ചോദിച്ചാൽ കൊടുക്കരുത്. അവനെ ഞാൻ പണ്ട് 100 രൂപ ചോദിച്ചിട്ട് അവൻ എനിക്ക് തന്നവനല്ല, അവൻ്റെ മുമ്പിൽ കൂടെ കാറിനകത്ത് പോകണം, പിന്നെ അവിടെ ഇവിടെ എല്ലാം വീട് വയ്ക്കണം, വസ്തുക്കൾ വാങ്ങിക്കണം, പാവങ്ങളെ സഹായിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ, ഇങ്ങനെ ഒരുപാട് മോഹങ്ങളുമായിട്ട് കിടന്നുറങ്ങും. നേരം വെളുക്കുമ്പോൾ റിസൾട്ട് വരുമ്പം വേറെ ആർക്കെങ്കിലും ആയിരിക്കും ലോട്ടറി അടിച്ചത്, അതോടുകൂടി നമ്മുടെ 500 രൂപ പോയി. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സരിൻ ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സരിൻ പറയുന്നത്
കോൺഗ്രസ് ബഹുദൂരം പിന്നിൽ പോകും. താനും സന്ദീപ് വാര്യരും പാർട്ടി വിട്ടത് ഒരുപോലെയല്ല, ഒരേപോലെയല്ല. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ഞാൻ പാർട്ടി വിട്ടതുപോലെ കാണണ്ട, ഞാൻ ആശയപരമായ ഭിന്നത കൊണ്ട് പാർട്ടി വിട്ടതാണ് എന്നാണ് സരിൻ പറഞ്ഞു വയ്ക്കുന്നത്. അത് എന്തെങ്കിലും ആട്ടെ. അതുപോലെ തന്നെ DCC ഓഫീസിലും ലീഗിൻ്റെ ഓഫീസിലും പോകും. അപ്പോൾ എവിടെയൊക്കെ പോകണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടൂർ പോകുമ്പോൾ എവിടെയൊക്കെ പോകണം എന്ന് തീരുമാനിക്കുമല്ലോ. അപ്പോൾ ഈ പണ്ട് പിള്ളേർക്ക് ഇങ്ങോട്ട് ട്രിവാൻഡ്രം ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ ശംഖുമുഖം പോകണം, വേലി, അതുപോലെ ഇവിടെ പ്ലാനറ്റോറിയം, മ്യൂസിയം, കാഴ്ചബംഗ്ല, ഇതൊക്കെയാണ് ആദ്യത്തെ കാഴ്ച. പിന്നെ കോവളത്ത് പോകും. ഇതുപോലെ എവിടെയൊക്കെ പോകണം, ലീഗിൻ്റെ ഓഫീസിൽ പോകും, അതുപോലെ തന്നെ DCC ഓഫീസിലും പോകും. അതാണ് ഇദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കുകയാണ്, അവിടെ തന്നെ നിൽക്കുകയാണ്. പണി വാങ്ങിയിരിക്കുന്ന CPM ആണെന്ന് തോന്നുന്നു. അതെ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ വേണ്ടി തിരുവനന്തപുരത്തേക്കും പോകണം. അത് ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായി VD സതീശൻ തുടരുന്നുണ്ടെങ്കിൽ കണ്ണോട്ട് മൗണ്ട് ഹൗസിലേക്കും പോയി അവിടെ സതീശനെ കാണും. അതായത് നമ്മൾ പറയുന്നത് അവസാനം പിന്നെ താൻ കോൺഗ്രസിന്റെ MLA ആണെന്ന് പ്രഖ്യാപനം നടത്തുമോ, അങ്ങനെ വിജയിക്കുകയാണ്? അല്ല, നമ്മൾ പറയുമല്ലോ ഈ നമുക്കൊരു നല്ല കാലം ഇല്ല, അപ്പോൾ ആ സമയത്ത് നമ്മളെ പുച്ഛിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ. അപ്പോൾ ആ പുച്ഛിക്കുന്ന ആൾ നമുക്ക് ഒരു നല്ല കാലം വരുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ മനസ്സിൽ കണക്കൂട്ടും, നല്ല കാലമൊക്കെ വരുന്ന സമയത്ത് നിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ ഞാനിങ്ങനെ പോകും, അന്ന് നീയൊക്കെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അതാണ് ഇപ്പോൾ സരിനും ആഗ്രഹിക്കുന്നത്. സരിൻ പറയാൻ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അതുവരെ എന്നെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പുച്ഛിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഞാൻ പോകും, ഒരു യോദ്ധാവിനെ പോലെ ചെല്ലും, അവരെയൊക്കെ കാണും. അപ്പോൾ MLA ആയി. അപ്പോൾ MLA എന്നുള്ള സ്വപ്നം അദ്ദേഹം കണ്ടിരിക്കുകയാണ്. MLA ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം. സാധാരണഗതിയിൽ MLA ആയിക്കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാലക്കാട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വർഷങ്ങളായി പ്രശ്നം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ട്, അവിടെ വികസന പ്രവർത്തനങ്ങൾ എത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. അതാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത്. കർഷകരുടെ പ്രശ്നമുണ്ട്, കർഷകരുടെ പ്രശ്നമുണ്ട്, അതെ അതെ അതെ, പിന്നെ വികസന പ്രശ്നങ്ങളുണ്ട്, അതെ. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മണ്ഡലത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മുൻഗണന കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ്, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറയേണ്ടതിന് പകരം സരിൻ ഇപ്പോഴും കോൺഗ്രസ്സിലെ തൻ്റെ സഹപ്രവർത്തകരെ അവരെന്നെ പുച്ഛിച്ചതാണ്, അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണ്, എനിക്ക് സീറ്റ് തരാതിരുന്ന ആളുകളാണ്, അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഒരു വിജയ് ഭാവത്തിൽ ഞാനെല്ലാം നേടിപ്പിടിച്ചു കഴിഞ്ഞു എന്നുള്ള ഭാവത്തിൽ ആ പുച്ഛിച്ചവരുടെ മുമ്പിലൂടെ തല ഉയർത്തി നടക്കണം എന്ന ആഗ്രഹം വെച്ച് പുലർത്തുന്നു എന്നുള്ള ബാലിശമായ, ഇവരൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഈ സിവിൽ സർവീസും ഒക്കെ ഉണ്ടായിട്ടും രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് വേറൊരു കളരിയാണ്. എല്ലാവർക്കും രാഷ്ട്രീയം എന്ന് നമ്മളിപ്പോൾ ആളുകളെ പറയാം രാഷ്ട്രീയക്കാരനാകും ഭയങ്കര, അങ്ങനല്ല. രാഷ്ട്രീയത്തിൽ 24 മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ സമയം മാറ്റിവെച്ച് നിൽക്കുകയാണ്. അവരുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്ന സമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ. അവരുടെ ആരോഗ്യവും അവരുടെ മാനസികാവസ്ഥയൊക്കെ അവർ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച്, അത് വേറൊരു ഡെഡിക്കേഷനാണ്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നെ മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, അത് ഉണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ പെരുമാറേണ്ടതെന്നും ഒരു ചട്ടക്കൂടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയെ വേറൊരു തരത്തിൽ നമുക്ക് ലംഘിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ അത് പോസിറ്റീവായിട്ടാണ്, ഇങ്ങനെ ബാലിശമായിട്ടല്ല, ഇപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം അത് തന്നെയാണ് സന്ദീപ് വാര്യരും ചെയ്യുന്നത്. സന്ദീപ് വാര്യർ രാഷ്ട്രീയ പ്രവർത്തകനായി വന്നിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം സന്ദീപ് വാര്യരുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ അദ്ദേഹം പോയ പ്രസ്ഥാനത്തിനും കോൺഗ്രസിനും തിരിച്ചടിയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പൊതുസമൂഹത്തിൽ നിന്ന് അതിനൊരു പിന്തുണ ഉണ്ടാകുന്നില്ല. അതേസമയം അദ്ദേഹം നിശബ്ദനായി നിന്ന് കോൺഗ്രസിലേക്ക് പോയി, കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നു. ആ തരത്തിൽ തന്നെ അദ്ദേഹം പോവുകയും അതിനുശേഷം പിന്നെ എന്താണ് ചെയ്യേണ്ടത്, തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്യുകയാണെങ്കിൽ സന്ദീപ് വാര്യർക്കെതിരെ അത്തരം ഒരു ട്രോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് സരിനും ചെയ്യുന്നത്. സരിൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ സരിന് രാഷ്ട്രീയത്തിൻ്റെ എനിക്ക് തോന്നുന്നു ബാലപാഠങ്ങൾ അദ്ദേഹം ചെയ്തു തന്നെ വലിയ അബദ്ധമാണ്. ഒരു 10 വർഷമായിട്ടേ ഉള്ളൂ സരിൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട്. ഈ 10 വർഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു കുറഞ്ഞ കാലയളവാണ്. രണ്ടാം തവണ മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിനെ പോലെ ഒരാൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമായിരുന്നു. അപ്പം ഈ വിജയസാധ്യതയില്ലാത്ത പാലക്കാട് പോലെയുള്ള അതാണ് രാഷ്ട്രീയ മണ്ഡലം. പാലക്കാട് CPM-നെ സംബന്ധിച്ച് വിജയസാധ്യത ഇല്ലാത്തൊരു മണ്ഡലമാണ്. ആ വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലത്തിൽ സരിൻ
ചാടിയിറങ്ങി സ്ഥാനാർത്ഥിയാകാൻ പോകരുതായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയ ഫ്യൂച്ചറൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവിടെ തന്നെ നിൽക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാലക്കാട് തന്നെ ഏതെങ്കിലും ഇതേപോലെ ടോക്കിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ മഹേഷിനെ കുറിച്ച്. അതെ, CR മഹേഷ്. അതെ, പരാജയത്തിന് ശേഷം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നിന്ന് പിന്നീട് വിജയിച്ചു കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഒരു MLA ആവാനുള്ള അവസരം എന്തായാലും ചിലപ്പോൾ ഒരു UDF തരംഗമുണ്ടെങ്കിൽ ആ ഒറ്റപ്പാലത്തിൽ നിന്ന് വിജയം സാധ്യമാകുമായിരുന്നു. അതായത് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ എന്ന് പറയുന്ന ആളുകളാണ്, അതായത് അക്കരപ്പച്ച തേടിപ്പോകുന്ന ആളുകൾ. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ സരിൻ ഇങ്ങനെയൊക്കെ പറയുന്നു, അതിനെ നമ്മളൊരു തമാശയായിട്ട് കണ്ടാൽ മതി.